പൂക്കളൊന്നും നോക്കി വെക്കട്ടെ. നമ്മുടെ കള്ള ഇവിടെ വന്ന നമുക്ക് പൂക്കളം നോക്കാം. എന്താണ് വായോ നേരെ വെക്കിട്ടൊന്നല്ലടി, എല്ലാരും തുടങ്ങണേ ഉള്ളൂ. ബിബി എവിടെയാ? അസ്നയൊക്കെ വന്നുട്ടോ. ഞാൻ ഇന്നത്തെ കമന്റ് ഒക്കെ ഒന്ന് നോക്കുവായിരുന്നു കേട്ടോ. ഒന്നും തുടങ്ങിയില്ലാന്ന് വിചാരിച്ചു. ഷാറൂഖ് നീ ആ ക്ലാസ് ഒക്കെ നിർത്തിയിട്ട് വാ, നമുക്ക് കിച്ചണിലേക്ക് പോവാം. ബിബി ഞാൻ ഇപ്പൊ വരട്ടോ. അതാ ഫോൺ എവിടെ? ഇല്ല, അന്നെങ്കിലും സാരമില്ല. കൊറോണ കാരണം ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊരു ഓണം സെലിബ്രേഷൻ ആക്കാൻ നമുക്ക് ചാൻസ് കിട്ടിയില്ലേ. പിന്നെന്താ ഷംസി, നിന്റെ കറിയെല്ലാം റെഡിയായാ? ഇതാ എന്റെ പായസം റെഡിയായാവേ. ആരെത്താ ഞാൻ അതിൻ്റെ തന്നെ പണിയിലുള്ളത്. ഇതാ ഞാൻ പച്ചക്കറിയെല്ലാം കവം കൊണ്ടുവന്നിട്ട് കയറ്റിന് മുറിക്കാന്നല്ലേറ്റ് കഴിഞ്ഞത്. എന്താക്കുന്നവരെത്താ, അത് പറഞ്ഞിട്ട് എന്ത് കാര്യമില്ലല്ലോ. ലോക്ക്ഡൗണിൻ്റെ കാര്യവും കൊറോണൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല. എന്താക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരു സാധനം കിട്ടുന്നു ഇല്ല, ഈ കൊറോണ കൊണ്ട് ഒരു സാധനം മേങ്ങാനും പേടിയാന്ന്, പുരക്ക് വരുത്തിക്കാനും പേടിയാന്ന്. എന്താക്കലല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടിയ സാധനം എന്തെങ്കിലും വേണമെങ്കിൽ ഞമ്മന്നെ പോയിട്ട് മേങ്ങിയിട്ടാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ. ആരെങ്കിലും കൊണ്ടുവന്നെങ്കിൽ അത് ശരിയാവുന്നോ ഇല്ല. പിന്നെ യൂട്യൂബിന് വേണ്ടിയിട്ടെല്ലാം ഉള്ളതായെങ്കിലും പിന്നെ ഈ കൊറോണ എന്ന് വെച്ചാൽ യൂട്യൂബ് മാത്രം കുറച്ച് ഒരുപടി ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറേ യൂട്യൂബേഴ്സ് വന്നില്ലേ, എല്ലാവരും സെലിബ്രിറ്റീസ് എല്ലാം യൂട്യൂബുമായിട്ട് വന്നിട്ട് നമ്മളെ ചാനലിന് ഒരു ഇതായല്ലേ. ന്യൂസി എന്താക്കല് ന്യൂസി ഇന്ന് ബിയയില്ലേ ഈ ബീട്രൂട്ട് പച്ചടിൻ്റെ കാര്യം നോക്ക്. ബിയോ എന്നാ ബീട്രൂട്ട്. ശരിയാണ്, സത്യം നീ പറഞ്ഞത്. കുറേ യൂട്യൂബേഴ്സ് ഇപ്പോൾ പുതിയത് വന്നിട്ടുണ്ട്. എനിക്കും അങ്ങനെ സജഷനിൽ കുറേ വരാറുണ്ട് കേട്ടോ. ഞാനും ഇടയ്ക്ക് തുറന്ന് നോക്കാറൊക്കെ ഉണ്ട്, എല്ലാം ഒന്നും നോക്കാറില്ലെങ്കിലും. റംഷി, നിന്റെ എന്തായി സാമ്പാറൊക്കെ റെഡിയായോ? എന്തൊക്കെ റെഡിയാവാറായിട്ടോ? സാമ്പാർ ഇതാ ഏകദേശം റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട് ന്യൂസി. നീ കടുകൊന്ന് വറുത്തിടണം. യൂട്യൂബിൻ്റെ കാര്യം പറയാൻ നിന്നാലേ ഇന്ന് നമ്മുടെ ഫുഡ് കഴിക്കലൊന്നും നടക്കൂല. കുട്ടികൾക്കൊക്കെ വിശക്കുണ്ടാവും. നമുക്ക് വേഗം ഫുഡ് കഴിക്കാം. നിഷാന, നീ പോയിട്ട് ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വാ. വായൻ്റെ ഇല ഞാൻ തന്നെ വെട്ടണോ? ഏതായാലും ഞാൻ തന്നെ വെട്ടിത്തരാം. നുസ്രീ വാ, നമുക്ക് വായൻ്റെ ഇല വെട്ടാൻ പോയിട്ട്. മേലെ തൊടിയിലുള്ള കുറച്ചോനെ ഇവിടെ കാടാണ്. ഏതായാലും പാമ്പൊന്നും ഇല്ലേക്കും. ഒന്ന് ശ്രദ്ധിച്ച് കേറിക്കട്ടോ. ശ്രദ്ധിക്കുന്നുണ്ട് നുസ്രീ. ഏതായാലും കഴിഞ്ഞ പെരുന്നാളും ഓണമൊക്കെ പ്രളയത്ത് പോയതാ. ഇതങ്ങനെ പോവാൻ പറ്റൂലല്ലോ. അല്ലെങ്കിൽ ഈ ഓണമൊക്കെ എങ്ങനെ കഴിച്ചണമെന്ന് വിചാരിച്ചതാ, ഒക്കെ കൊളാകുകയല്ലേ. നുസ്രീ, എന്നാ ഈ വായൻ്റെലൊക്കെ ഇജ്ജ് കൊണ്ടേക്കോ, ഞാൻ ഇപ്പോൾ വരാം. എന്നാ ആയിക്കോട്ടെ, ഇജ്ജ് അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടാ. അതിമേലൊക്കെ ഉള്ള പൊടിയൊക്കെ അയച്ച് ഞാൻ അതൊന്ന് കഴുകട്ടെ. ഒക്കെ പൊടി അടിച്ചെടുക്കുക. എന്തോരം പൊടിയാണ് ഇതിമേലൊക്കെ ഉള്ളത്. നല്ല വെയിലല്ലേ, മഴക്കാലമായിട്ട് ആകെ മര്യാദക്ക് മഴ പെയ്തു അതില്ല. നല്ല മഴ വരാന്ന് പറഞ്ഞിട്ടോ അതുമില്ല. അല്ലേലും ഒരു ചാറ്റൽ മഴയിൽ ഉണ്ടാവാറുണ്ട്, ഇതിപ്പോൾ അതുമില്ല. എന്തായാലും നന്നായിട്ടൊന്ന് കഴുകട്ടെ.